ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ 27ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പി വത്സലയെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഒരു മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് പി വത്സല. പി വത്സല ജനിക്കുന്നത് ഏപ്രിൽ 4-ാം തീയതി 1938 ഏപ്രിൽ 4-നാണ് ജനനം. അതുപോലെ തന്നെ മരണം നവംബർ 21-ാം തീയതിയാണ്. 2023 നവംബർ 21-ാം തീയതിയാണ് പി വത്സല അന്തരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാത്തിമ ബീവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2023 നവംബർ മാസം 23-ാം തീയതിയാണ് ഫാത്തിമ ബീവി മരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് അറിയേണ്ടതാണ് നിഴലുറങ്ങുന്ന വഴികൾ എന്ന നോവൽ വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തു. അപ്പോൾ പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏത് അല്ലെങ്കിൽ നോവൽ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? നിഴലുറങ്ങുന്ന വഴികൾ. 100% ചാൻസ് ഉള്ളതാണ് കേട്ടോ ഈ ഏരിയ. പിന്നെ കാനങ്ങോട്ട് ചന്തുവിൻ്റെയും പത്മാവതിയുടെയും മകളായി 1938 ഏപ്രിൽ 4-ന് കോഴിക്കോട് ജനിച്ചു. ഫാത്തിമ ബീവി പത്തനംതിട്ടയായിരുന്നു കേട്ടോ. ഗവൺമെൻറ് ട്രെയിനിങ് സ്കൂളിൽ പ്രധാന അധ്യാപികയായിരുന്നു. സാഹിത്യപ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുണ്ട്. സാഹിത്യപ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡിൽ അംഗമായിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അടുത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെല്ല് ആണ് വത്സലയുടെ ആദ്യത്തെ നോവൽ. അപ്പോൾ ആദ്യത്തെ നോവൽ ഏതാണ്? നെല്ലാണ്. പിന്നെ നിഴലുറങ്ങുന്ന വഴികൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള നോവലാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ നെല്ല് എന്ന കഥ എസ് എൽ പുരം സദാനന്ദൻ്റെ തിരക്കഥയിൽ രാമു കാര്യമായിട്ട് സിനിമയാക്കിയിട്ടുണ്ട്. നെല്ല് എന്ന സിനിമ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും അല്ലെങ്കിൽ കേട്ട് കാണും. ഓക്കെ, അപ്പോൾ എസ് എൽ പുരം സദാനന്ദൻ്റെ തിരക്കഥയിൽ രാമു കാര്യമായിട്ട് സിനിമയാക്കിയിട്ടുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. പ്രദർശനത്തിന് എത്തുന്ന ഗിലാഫത്ത് എന്ന ചലച്ചിത്രം വത്സലയുടെ വിലാപം എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രദർശനത്തിന് എത്തുന്ന ഗിലാഫത്ത്, സിനിമയുടെ പേരാണ് ഗിലാഫത്ത്, അത് വത്സലയുടെ വിലാപം എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷയായിരുന്നു. പിന്നെ ഭർത്താവിൻ്റെ പേര് എം അപ്പുക്കുട്ടി എന്നാണ്. ഓക്കെ, പി വത്സലയുടെ ഭർത്താവിൻ്റെ പേര് എം അപ്പുക്കുട്ടി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ച് വേഗം നമുക്ക് ഓടിച്ചു നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട കഥകൾ, ഗൗതമൻ, മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ, മലയാളത്തിൻ്റെ സുവർണ കഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും. നോക്കൂ, എൻ്റെ പ്രിയപ്പെട്ട കഥകൾ, ഗൗതമൻ, മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ, മലയാളത്തിൻ്റെ സുവർണ കഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും. ഈ 6 ഇനി അടുത്ത് പഠിക്കാം. വത്സലയുടെ സ്ത്രീകൾ, മൈഥിലിയുടെ മകൾ, പേമ്പി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ പേരുകൾ പ്രത്യേകിച്ച് എടുത്ത് നോക്കാം. പേമ്പി, ആദിജലം, പിന്നെ നെല്ല് എന്ന് പറയുന്നത് ഒരു നോവലാണ്. കൂമൻ കൊല്ലി, അതും കേട്ട് കാണും. ഓക്കെ, കൂമൻ കൊല്ലി, നെല്ല്, ആദിജലം, പേമ്പി, മൈഥിലിയുടെ മകൾ, വത്സലയുടെ സ്ത്രീകൾ. അടുത്തത് വിലാപം. പറഞ്ഞു അല്ലേ, ഗിലാഫത്ത്. വിലാപം എന്ന കൃതിനെ ബേസ് ചെയ്തിട്ടാണ് ഗിലാഫത്ത് സിനിമ എടുക്കണേന്ന് പറഞ്ഞു. വിലാപം, പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നിഴലുറങ്ങുന്ന വഴികൾ, പിന്നെ വത്സലയുടെ തെരഞ്ഞെടുത്ത കഥകൾ, പോക്കുവെയിൽ, പൊൻവെയിൽ, എരണ്ടകൾ. പോക്കുവെയിൽ, പൊൻവെയിൽ, എരണ്ടകൾ. ഇതൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്. എരണ്ടകളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് പ്രധാനമായിട്ട് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളാണ്. ആദ്യ നോവലായിട്ടുള്ള നെല്ലിന് കുങ്കുമം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യ നോവലായിട്ടുള്ള നെല്ലിന് കുങ്കുമം അവാർഡ് ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വീണ്ടും പറയാണ്, നിഴലുറങ്ങുന്ന വഴികൾ മറക്കല്ലേ. പിന്നെ CH അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഥാ അവാർഡ്, പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മുട്ടത്തുവർക്കി പുരസ്കാരം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2010 മുട്ടത്തുവർക്കി പുരസ്കാരം മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് 2010 മുട്ടത്തുവർക്കി പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. 2010 മുട്ടത്തുവർക്കി പുരസ്കാരം. അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2021. അപ്പോൾ 2010 മുട്ടത്തുവർക്കി പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരം 2021 എഴുത്തച്ഛൻ പുരസ്കാരവും മറക്കരുത്, വർഷടക്കെടുത്ത് പഠിച്ചോളണേ. പിന്നെ നിഴലുറങ്ങുന്ന വഴികൾ എന്നുള്ളതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ നോവൽ നെല്ല്, വിലാപം എന്നത് ഗിലാഫത്ത് സിനിമയാക്കുന്നു. ഇതൊക്കെ ക്വിക്കായിട്ട് പഠിച്ചോളൂ കേട്ടോ, അതൊന്നും മറക്കല്ലേ. അന്തരിച്ച ദിവസം 2023 നവംബർ 21 എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പി വത്സലയെ കുറിച്ചിട്ടുള്ള ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടെ ലഭിക്കും. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചോളൂ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബൈ.